നമുക്ക് MG യൂണിവേഴ്സിറ്റിയുടെ ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് അഥവാ മാർക്ക് ലിസ്റ്റ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. നമ്മുടെ ഇപ്പോൾ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് മിസ്സായിന്നിരിക്കട്ടെ, MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇഷ്യൂ ചെയ്ത് നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് മിസ്സായിന്നിരിക്കട്ടെ. നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്, നമ്മൾ എവിടെയാണോ പഠിച്ചത് ആ പഠിച്ച കോളേജിൽ പോവുക. ഇനി പ്രൈവറ്റോ ഡിസ്റ്റൻറ്റോ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സാം എഴുതുന്ന കോളേജ്, അതൊരു അഫിലിയേഷൻ കോളേജിലായിരിക്കുമല്ലോ നമ്മൾ എക്സാം എഴുതുന്നത്, ആ കോളേജിൽ പോവുക. റെഗുലറായിട്ട് പഠിച്ചതാണെങ്കിൽ റെഗുലർ കോളേജിൽ തന്നെ പോവുക. ഇനി ഡിസ്റ്റൻറ്റോ പ്രൈവറ്റോ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സാം എഴുതിയ കോളേജിൽ പോയിട്ട് ഒരു റിക്വസ്റ്റ് കൊടുക്കുക. അവിടുന്ന് പ്രിൻസിപ്പളിന് റിക്വസ്റ്റ് കൊടുത്താൽ നമുക്ക് NOC കിട്ടും. അതായത് റിക്വസ്റ്റിൽ നമുക്ക് മിസ്സായ സർട്ടിഫിക്കറ്റിൻ്റെ കോഴ്സ് നെയിമും രജിസ്റ്റർ നമ്പരും കൂടാതെ നമ്മൾ പഠിച്ച, അതായത് ആ കോളേജിലാണ് പഠിച്ചെങ്കിൽ ഈ കോളേജിൽ ഇത്ര വർഷം മുതൽ ഇത്ര വർഷം വരെ ഞാൻ ഇന്ന കോഴ്സ് പാസ്സായിട്ടുണ്ട്, ഇതാണ് എൻ്റെ രജിസ്റ്റർ നമ്പർ, എൻ്റെ മാർക്ക് ലിസ്റ്റ് മിസ്സായിപ്പോയി അഥവാ സർട്ടിഫിക്കറ്റ് മിസ്സായിപ്പോയി എന്ന് പറഞ്ഞിട്ട് അതിനൊരു NOC വേണം യൂണിവേഴ്സിറ്റി സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു റിക്വസ്റ്റ് പ്രിൻസിപ്പളിന് കൊടുക്കുന്നു. പ്രിൻസിപ്പൾ നമുക്കൊരു സർട്ടിഫിക്കറ്റ് തരും. അതിനുശേഷം നമ്മൾ നോട്ടറി അഡ്വക്കേറ്റിൻ്റെ കയ്യിൽ നിന്ന് അഫിഡവിറ്റ് വാങ്ങിക്കണം. ആ അഫിഡവിറ്റിലും യൂണിവേഴ്സിറ്റിയുടെ പേരും കോഴ്സ് നെയിമും പിന്നെ മിസ്സായ സർട്ടിഫിക്കറ്റ് അഥവാ മാർക്ക് ലിസ്റ്റിൻ്റെ രജിസ്റ്റർ നമ്പറും പാസ് ഔട്ട് ഇയറും മെൻഷൻ ചെയ്യേണ്ടതാണ്. അതിനുശേഷം നമ്മളൊരു വൈറ്റ് പേപ്പർ റിക്വസ്റ്റ് എഴുതുക. നമ്മൾ അതേ കണ്ടൻറ്റ് തന്നെ നമ്മൾ വൈറ്റ് പേപ്പർ റിക്വസ്റ്റ് എഴുതുക. പിന്നീട് ഏത് അഡ്രസ്സിലേക്കാണോ നമ്മൾ വേണ്ടത്, നമുക്ക് ആ സർട്ടിഫിക്കറ്റ് വേണ്ടത്, ആ അഡ്രസ്സ് അതിൽ മെൻഷൻ ചെയ്തിട്ട് യൂണിവേഴ്സിറ്റിക്ക്, അതായത് കൺട്രോളർ ഓഫ് എക്സാമിനറിന് ഒരു റിക്വസ്റ്റ് എഴുതുക. ഇതിനോടൊപ്പം വെക്കേണ്ട എന്തൊക്കെയാണെന്ന് വെച്ചാൽ കോളേജ് പ്രിൻസിപ്പൾ തന്ന NOC, പിന്നെ നോട്ടറി അഡ്വക്കേറ്റ് തന്ന അഫിഡവിറ്റ്, നമ്മളുടെ റിക്വസ്റ്റ്, മിസ്സായ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി ഉണ്ടെങ്കിൽ അത്, പിന്നീട് അതിൻ്റെ മാർക്ക് ലിസ്റ്റ്, അതായത് ഡിഗ്രി സർട്ടിഫിക്കറ്റാണ് മിസ്സായതെങ്കിൽ അതിൻ്റെ കോപ്പി ഉണ്ടെങ്കിൽ വയ്ക്കുക. അതില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ മാർക്ക് ലിസ്റ്റ്, അത് ഉണ്ട് എന്നുണ്ടെങ്കിലും ഫുൾ മാർക്ക് ലിസ്റ്റ് വേണം, ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഫുൾ മാർക്ക് ലിസ്റ്റ് വയ്ക്കുക. ലോവർ ക്വാളിഫിക്കേഷൻസ്, അതായത് SLC, +2 ഇത്രയൊക്കെ ഡോക്യുമെൻറ്റ്സ് അറ്റാച്ച് ചെയ്ത് ഒരു ഫയലാക്കി യൂണിവേഴ്സിറ്റി ഡയറക്റ്റും കൊടുക്കുക. അവിടെ അന്വേഷിച്ചാൽ അതിൻ്റെ ഫീസ് അറിയാം. എനിക്ക് അതിൻ്റെ ഫീസിനെ കുറിച്ച് കൃത്യമായ ധാരണയില്ല. നിങ്ങൾ അന്വേഷിച്ചിട്ട് എത്രയാണ് ചെല്ലാനെന്ന് വെച്ചാൽ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യുക. നമ്മൾ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രിൻ്റ് കിട്ടും അല്ലേ, ആ പ്രിൻ്റ് എടുക്കുക. ഇനി എന്തൊക്കെയാണ് നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ സബ്മിറ്റ് ചെയ്യേണ്ടത്, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണ് യൂണിവേഴ്സിറ്റിയിൽ ഡ്യൂപ്ലിക്കേറ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ സബ്മിറ്റ് ചെയ്യേണ്ടതെന്ന് ഒന്നുകൂടി പറയാം. ആദ്യം നമ്മൾ കൺട്രോളർ ഓഫ് എക്സാമിന് ഒരു റിക്വസ്റ്റ് എഴുതുക. അതിൽ നമ്മൾ കൃത്യമായിട്ട് നമ്മളുടെ അഡ്രസ്സ്, ആ അഡ്രസ്സിലേക്ക് ഡയറക്റ്റ് നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അയച്ചു തന്നെ, അപ്പോൾ ആ അഡ്രസ്സ് എഴുതുക. പിന്നെ നമ്മൾ NOCയിൽ, അതായത് പത്രത്തിലൊക്കെ കൊടുത്ത് അത് സെയിം കണ്ടൻറ്റ് വെച്ചിട്ട് ഒരു റിക്വസ്റ്റ് എഴുതുക. ആ റിക്വസ്റ്റ് ഓൺലൈൻ ചെല്ലാൻ സ്ലിപ്പ്, പിന്നെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പീസ്, മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പീസ്, പിന്നെ ലോവർ ക്വാളിഫിക്കേഷൻ്റെ എല്ലാം കോപ്പി വെച്ചിട്ട് നമുക്ക് യൂണിവേഴ്സിറ്റി ഡയറക്റ്റ് കൊടുക്കാം. അതല്ല ഇനി അവിടത്തേക്ക് പോസ്റ്റ് വഴി അയച്ചു കൊടുത്താലും അവർ അതെല്ലാം ചെക്ക് ചെയ്ത് വെരിഫിക്കേഷന് ശേഷം നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് നമ്മൾ ആ റിക്വസ്റ്റ് പറഞ്ഞ അഡ്രസ്സിലേക്ക് തരുന്നതായിരിക്കും.